ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തതാണ്. വണ്ടി കുറച്ച് ദിവസങ്ങളൊക്കെ ഉപയോഗിക്കാണ്ട് വെച്ചായിരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയി, വണ്ടി സ്റ്റാർട്ട് ആവണ്ടായില്ല, അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്ലഗ് നമുക്ക് മാറ്റിയിടണം, സ്പാർക്ക് പ്ലഗ് മാറ്റി പുതിയത് ഇടണം. അതേപോലെ തന്നെ ഈ എയർ ഫിൽറ്റർ മാറ്റി കളയാം. എയർ ഫിൽറ്റർ പൊടി കയറി നല്ലോണം ബ്ലോക്ക് ആയിട്ടുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടാം. പിന്നെ ബാറ്ററി 2024 ബാറ്ററി. അപ്പോൾ ഞാനതൊന്ന് അയച്ച് ചാർജ് ഇട്ടിട്ടുണ്ട്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ചാർജ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഓടിച്ചു നോക്കി, വേറെ പ്രോബ്ലം ഇല്ല. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു, നല്ല ഓയിലാണ്. പിന്നെ ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നും തോന്നുന്നില്ല. പിന്നെയുള്ളത് ഈ ഹാൻഡിൽ കവർ, ഇവിടെയൊക്കെ മൊത്തം പൊട്ടി കിടക്കാനുണ്ട്, ഈ സൈഡൊക്കെ പൊട്ടി കിടക്കാണ്. അപ്പോൾ അതിങ്ങനെ നമ്മളിപ്പോൾ തൽക്കാലം എന്തെങ്കിലും ടൈ ഇട്ട് പിടിപ്പിക്കാനേ പറ്റുള്ളൂ, കാരണം മൊത്തം പൊട്ടിപ്പോയി. ഈ സൈഡിൽ നിന്ന് പൊട്ടിപ്പോയി, അടിയിൽ നിന്ന് പൊട്ടിപ്പോയി. അപ്പോൾ മാറ്റാണെന്നുണ്ടെങ്കിൽ പുതിയത് വെക്കേണ്ടി വരും. പുതിയത് മാറ്റി വെച്ചാലാണ് അത് റെഡി ആവുള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ പഴയ വണ്ടിയല്ലേ, അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ടൈ ചെയ്തിട്ട് പിടിപ്പിക്കാം. ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാവും, ഈ മെറ്റൽ ഉള്ള വഴിക്കൊക്കെ പോകുമ്പോൾ, ഗട്ടറുള്ള വഴിക്കൊക്കെ പോകുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇളകണ സൗണ്ട് ഉണ്ടാവും. അത് ഉണ്ടാവും എന്തേലും. പിന്നെ ഉള്ളത് നമുക്ക് എൻ്റെ ഈ താക്കോല് കംപ്ലയിൻ്റ് ഉണ്ട്, താക്കോൽ സെറ്റ് കംപ്ലയിൻറ്റാണ്. അതെന്ന് പറഞ്ഞാൽ ഓൺ ആയിട്ട് ഓഫ് ചെയ്താലൊന്നും വണ്ടി ഓഫ് ആവില്ല. പിന്നെ കുറേ നേരം ഹാൻഡിൽ ലോക്കിലേക്ക് ഇടുമ്പോഴാണ് ഓഫ് ആവുന്നത്. അപ്പോൾ ഞാൻ ആ സ്വിച്ച് അസംബ്ലി നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി മാറ്റി കളയാം. അതെന്തായാലും മാറ്റി കളയാം, അതല്ലെങ്കിൽ അത് ക്ലിയർ ആവില്ല. ഇടയ്ക്ക് വണ്ടി നമ്മൾ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഓഫ് ആയി എന്ന് നമ്മൾ പോകും, വണ്ടി ഓഫ് ആവില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരും. ബാറ്ററി ചാർജൊക്കെ അങ്ങനെ ചിലപ്പോൾ ഇറങ്ങി പോകാനും മതി. അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അയക്കാം, എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് എടുക്കാം, ഇന്ന് വൈകിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഏകദേശം നമുക്ക് എത്ര ചിലവ് വരുമെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ഇടാം, ഡീറ്റെയിൽസ് ഞാൻ വിളിച്ച് പറയാം. ഓക്കെ.